SITക്ക് പാളിയോ എന്നാണ് ചോദ്യം. SITക്ക് പാളിയിട്ടുണ്ടെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ കരുതുന്നില്ല. വളരെ ഗുരുതരമായ പല അടരുകളുള്ള ഒരു കേസിൽ, വളരെ സങ്കീർണമായ ഒരു കേസിൽ സ്വർണ്ണ നൂലാമാലകൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിലെ SIT. എന്നാൽ അതേസമയം തന്നെ പല കോൺസ്പിരസി തിയറികളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. നമുക്ക് പല കഥകളും വേണമെങ്കിൽ പറയാം. എന്നാൽ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ത്? പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തിനെയും SIT അറസ്റ്റ് ചെയ്യും എന്ന മട്ടിലുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇരുവർക്കും ഈ കേസുമായി എന്താണ് നേരിട്ടുള്ള ബന്ധമെന്ന് ഈ നിമിഷം വരെയും എനിക്ക് മനസ്സിലായിട്ടില്ല. അടൂർ പ്രകാശ് പുളിമാത്തുള്ള വീട്ടിൽ പോയതുപോലെ കടകംപള്ളി സുരേന്ദ്രനും പുളിമാത്തുള്ള വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതുപോലെ കടകംപള്ളി സുരേന്ദ്രനും ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുഹൃത്തായ രമേശ് റാവുവും ചേർന്ന് അടൂർ പ്രകാശിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ശരി, ഇത്രയും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഭരണത്തിലുള്ള ദേവസ്വം മന്ത്രി അവിഹിതമായ ചില കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കൊള്ള ചെയ്തു കൊടുക്കുന്നതിന് ഒത്താശയായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. നിലവിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും തരത്തിൽ നയത്തിൻ്റെ കാര്യത്തിലോ നിയമനത്തിൻ്റെ കാര്യത്തിലോ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലോ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലോ ഇടപെടാൻ കഴിയില്ല. അതാണ് 1980 തിരുവിതാംകൂർ കൊച്ചി ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പറയുന്നത്. അതാണ് ഞാൻ ഇന്നലെ വിശദീകരിച്ചത്. അപ്പോൾ അതുപ്രകാരം രേഖാമൂലം ഒരു നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ രേഖാമൂലം ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇനി രേഖാമൂലമല്ലാതെ ഇൻഫോർമലായി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഈ നിമിഷം വരെയും അങ്ങനെ ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല. SITക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിന് നമുക്കറിവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രേഖാമൂലം കടകംപള്ളി സുരേന്ദ്രനെ അതിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും ഉണ്ടോ? ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു കോടീശ്വരന് വിറ്റു എന്നുള്ള വിവരം കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാൻ ആ കാര്യത്തിലൂടെ ഒരു വ്യക്തത വരുത്തി പോകാം. VD സതീശൻ ഇന്ന് പറഞ്ഞത് ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം. കാരണം അദ്ദേഹം അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ആക്ട് പ്രകാരം, ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരം ദേവസ്വം ബോർഡ് എടുക്കുന്ന നയപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനോ ഉള്ള ബോഡിയല്ല ദേവസ്വം വകുപ്പ് മന്ത്രി. അപ്പോൾ നമുക്ക് ചോദിക്കും, എല്ലാ വകുപ്പും പോലെയല്ലേ? അല്ല. കവനൻ്റ് പ്രകാരം 1949 കവനൻ്റ് പ്രകാരം രാജാവ് നേരിട്ട് അധികാരം കൊടുത്തിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമനത്തിലടക്കം ഓർമ്മിക്കണം, അവിടെ ഹിന്ദു മന്ത്രിമാരും ഹിന്ദു MLA-മാരും ചേർന്നാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഒഴിച്ചു നിർത്തിയാൽ നേരിട്ട് സാങ്കേതികമായി ഒരു മന്ത്രിയോട് റിപ്പോർട്ട് ചെയ്യേണ്ട ബോഡിയല്ല ദേവസ്വം ബോർഡ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. അപ്പോൾ എങ്ങനെയാണ് ശബരിമലയിൽ നടന്നൊരു കാര്യം അതറിയേണ്ടത് ആരാണ്? അതറിയേണ്ടത് കമ്മീഷണറും സ്പെഷ്യൽ കമ്മീഷണറും തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ആ കാര്യം അറിയേണ്ടത്. മന്ത്രി അറിയേണ്ടതായ ഒരു കാര്യവുമില്ല. ഇനി മന്ത്രി അറിഞ്ഞാൽ തന്നെ മന്ത്രിക്ക് അത് തടയണമെങ്കിൽ സാങ്കേതികമായി ഇതിന് കഴിയുകയുമില്ല. കാര്യം അത് ദേവസ്വം ബോർഡ് എടുക്കുന്ന നയപരമായ ഒരു കാര്യമാണ്. ഇന്നത് കൊണ്ടുപോകണ്ടെന്നോ ഇന്നത് കൊണ്ടുപോകണമെന്നോ പറയാനുള്ള സാങ്കേതികമായ അധികാരം ദേവസ്വം ബോർഡ് മന്ത്രിക്കില്ല. അതാണ് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ VD സതീശൻ ഇന്ന് പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ അത് ദേവസ്വം മന്ത്രി ആയതുകൊണ്ട് ഉത്തരം പറയണം എന്ന് പറയുന്നതിന് സാങ്കേതികമായി ആ വാദം നിലനിൽക്കില്ല. ഇതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഇനി യഥാർത്ഥത്തിൽ മലക്കം അറിഞ്ഞിരുന്നോ VD സതീശൻ എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് പറഞ്ഞത് കൂടി ഞാനൊന്ന് വായിക്കാം. അന്ന് ഒക്ടോബർ 8-ാം തീയതി 2 സ്ഥലത്ത് ഈ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു ഭാഗം, ഞങ്ങൾക്ക് പറയാനുള്ളത് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത് എന്ന്. അങ്ങനെ തന്നെയാണ്, ഇത് വെർബാറ്റമാണ് ടു കോട്ട്. VD സതീശൻ, കടകംപള്ളി സുരേന്ദ്രനും CPM-ഉം ഏത് കോടീശ്വരൻ്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം എന്നാണ്. ഇതിലാണ് കടകംപള്ളി സുരേന്ദ്രൻ എവിടെ പോകുന്നത്? കേസിന് പോകുന്നത്. തീർന്നില്ല. അന്ന് VD സതീശൻ പറയുന്നുണ്ട് കടകംപള്ളി ഇതിൻ്റെ ഇടനിലക്കാരനായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചുകൊണ്ട് ദ്വാരപാലക ശില്പം വിൽക്കാൻ കൂട്ടുനിന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് ഇവർ വീണ്ടും ഇതെല്ലാം മൂടി വെച്ച്, ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്രയും വലിയ കളവ് ശബരിമലയിൽ നടന്നത് മൂടി വെച്ചിട്ട് വീണ്ടും വിളിച്ചിരിക്കുകയാണ്. ആരെ? അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് VD സതീശൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ അറിവിൽ കൊടുത്തിരിക്കുന്നത് അഫിഡവിറ്റല്ല, കൊടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സതീശൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഒബ്ജക്ഷൻ മാത്രമാണ്, അഫിഡവിറ്റല്ല. ഒബ്ജക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. എൻ്റെ ആ ഒബ്ജക്ഷൻ്റെ കോപ്പിയുണ്ട്. അഫിഡവിറ്റിൻ്റെ കോപ്പി ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. അതുണ്ടെങ്കിൽ അത് പുറത്തു വന്നാൽ അത് നമുക്കതിൽ വിശ്വസിക്കാം. ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്.
അപ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെ പറയുക, കോടീശ്വരൻ ആരാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്ന് പറഞ്ഞതിനെയാണ് മാനനഷ്ട കേസിൽ പോയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് മറ്റു മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തതാണ്, എന്തുകൊണ്ട് ആ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നില്ല, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഒബ്ജക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അത് അവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ വസ്തുത. മൂന്നാമത്തത്, പി എസ് പ്രശാന്തിനെ ഈ കേസിലേക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് പി എസ് പ്രശാന്ത് ഈ 2019 സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കാളിയാവുക? വളരെ കൗതുകകരമായ കാര്യമാണ്. പി എസ് പ്രശാന്ത് എപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത്? 2023 നവംബർ മാസം 14-ാം തീയതി. അതായത് ഈ കൊള്ള നടന്ന് 4 വർഷത്തിനു ശേഷമാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ നേരിട്ട് പി എസ് പ്രശാന്തിന് പങ്കുണ്ടോ? പങ്കില്ല. കാര്യം 4 വർഷം കഴിഞ്ഞ് വരുന്ന ഒരാൾ എങ്ങനെയാണ് 4 വർഷം മുമ്പ് നടന്നൊരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുക? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണോ 2024 കൊണ്ടുപോയതെന്നുള്ളതാണല്ലോ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ കയ്യിൽ കൊടുത്തുവിടണം? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണോ കൊടുത്തുവിട്ടത്? അല്ല. ദേവസ്വം വിജിലൻസിൻ്റെ, ദേവസ്വം കമ്മീഷണറുടെ, ദേവസ്വത്തിലുള്ള വിജിലൻസ് SP-യുടെ ഒക്കെ നിയന്ത്രണത്തിലാണ് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പപാളിയിലോ കട്ടളപ്പാളിയിലോ 2024 തൊടാനുള്ള അവസരം കൊടുത്തിട്ടില്ല. ഐ മീൻ ഇറ്റ്. ടച്ച് ചെയ്തിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി. കാര്യം ഇത് പൂർണ്ണമായും ഇവരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. ആകെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് ഗ്യാരണ്ടറായ ഇയാളെ കൊണ്ടുപോകുന്നു. രണ്ടും രണ്ടായിട്ടാണ് പോകുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലായിരുന്നു പാളികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല 2024. അതൊന്ന്. രണ്ട്, ഒന്ന് തൊടാൻ പോലുമുള്ള അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളത്. രണ്ട്. മൂന്ന്, ചട്ടപ്രകാരം ബാക്കി എല്ലാ ആളുകളെയും വിളിച്ചു, പക്ഷേ അവിടെ ഒരു വീഴ്ച പറ്റി. ആ വീഴ്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല, പൊതുമരാമത്തിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് എന്ന നിലയിൽ അക്കാര്യം ഹൈക്കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പി എസ് പ്രശാന്തുമായി ബന്ധപ്പെട്ട കാര്യം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനി 2024 സ്വർണം എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ ആ കണക്കുകൾ അവതരിപ്പിച്ചതാണ്. ഇതാണ് ഞാൻ ഈ പറയുന്നത്. കോൺസ്പിറസി തിയറിയും തെറ്റിദ്ധാരണയും ഇതിൻ്റെ പുറത്തുണ്ടാവുന്നു എന്നുള്ളത്. സോണിയാഗാന്ധിയുടെ കയ്യിൽ 2019 മോഷ്ടിച്ച സ്വർണ്ണമാണോ കൊടുത്തത്? ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല സോണിയാഗാന്ധിയുടെ കയ്യിൽ അങ്ങനെ ഒരു സ്വർണം കൊടുത്തു എന്ന്. മാത്രമല്ല, അത് നടക്കുന്നത് 2013 ഏലസ് കെട്ടിയ സംഭവം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ആന്റണി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനാണ് ഇയാളെ പരിചയപ്പെടുത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ പി എസ് പ്രശാന്തിൻ്റെ 2024 ഈ ഗോൾഡ് പ്ലേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഈ ദ്വാരപാലക ശില്പപാളിയിൽ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ കണക്കുണ്ട്. 281.200 ഗ്രാം സ്വർണ്ണമാണ് ഈ ദ്വാരപാലക ശില്പപാളിയിൽ 2024 ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഓൺ റെക്കോർഡ് 281 ഗ്രാം സ്വർണം ഈ ഗോൾഡ് ഉണ്ടായിരുന്നു. തിരിച്ചു കൊണ്ടുവരുമ്പോഴാവട്ടെ അതിൽ എത്രയുണ്ട്? 290.698 ഗ്രാം എന്ന് പറഞ്ഞാൽ 9.488 ഗ്രാം വർധനമാണ് ഉണ്ടായത്. ഇതെങ്ങനെ വർധനമുണ്ടായി? തേയ്മാനങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതുകൊണ്ട് കൂടുതൽ ഗോൾഡ് പ്ലേറ്റിങ്ങിലേക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് ഗ്യാരണ്ടർ ആയതുകൊണ്ടും തങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുള്ളത് കൊണ്ടും പൂശി എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9 ഗ്രാം സ്വർണം അധികമാണ് 2024 കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നത്. ഇതാണ് വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പി എസ് പ്രശാന്തിനെ ഇപ്പോൾ നേരിട്ട് ഈ കേസുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതിനും അപ്പുറമുള്ള തെളിവുകൾ സമാഹരിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും SIT ആ അന്വേഷണത്തിലേക്ക് കടക്കും. അപ്പോൾ അതുകൊണ്ട് SITക്ക് പാളിയോ എന്ന ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്, പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് SITക്ക് പാളി എന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. രാഷ്ട്രീയ ആരോപണങ്ങളാവാം, അത് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വരുന്നു, അതാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ തൊണ്ടി മുതൽ എവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 90% വരുന്ന തൊണ്ടി മുതലിനെ കുറിച്ച് ഒരു ധാരണയും SITക്ക് ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ കാരണം SITയുടെ വീഴ്ചയായിട്ടല്ല, പകരം ഇതെവിടെ പോയി, ഇത് തിരിച്ചു വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഉരുക്കി മാറ്റപ്പെട്ടോ, ഇത്തരം ചോദ്യങ്ങളുണ്ട്. അതിന് VSCയുടെ അന്തിമ റിപ്പോർട്ടാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം. അത് വരാതെ SITക്ക് കുറ്റപത്രം കൊടുക്കാൻ പറ്റില്ല. എന്തു പറഞ്ഞ് കുറ്റപത്രം കൊടുക്കും? ഈ 2019 കൊണ്ടുപോയ പാളികൾ അതേ പാളികളാണോ അല്ലയോ എന്നുള്ളതിന് ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സംശയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സിഫണിങ് നടന്നിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ചെറിയ സംശയം മാത്രമേ ഉള്ളൂ. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ കുറ്റപത്രം നിൽക്കില്ല. അതുകൊണ്ട് VSCയുടെ റിപ്പോർട്ടിന് വേണ്ടി കാക്കുകയാണ് SIT. അത് പുറത്തു വരട്ടെ. അത് പുറത്തു വരുമ്പോൾ അതിൽ മാനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ SITയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണെങ്കിലും ശരി, SITക്ക് കിട്ടിയ ലീഡുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ചോദ്യം നേരത്തെ നമ്മളെല്ലാവരും ചോദിച്ചതുപോലെ ആ തൊണ്ടി മുതൽ എവിടെ എന്നുള്ളതാണ്. ആ തൊണ്ടി മുതൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് വരും ദിവസങ്ങളിലേ നമുക്കറിയാൻ സാധിക്കൂ. നിശ്ചിത
ദിവസത്തിനുള്ളിലൊന്നും ചിലപ്പോൾ ഈ കേസ് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും SIT അന്വേഷണം തുടരും. ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള കേസ് ആയതുകൊണ്ട് 2019 നമ്മൾ കേട്ട നയതന്ത്ര സ്വർണ്ണക്കൊള്ള പോലെ ഇതാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആവിയായി പോകാതെ SIT ഇത് കണ്ടെത്തുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. Meet the editors.